യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്ന ഒരു കുട്ടി വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഷിൻചാൻ തീമിലാണ് ഈ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു A4 ഷീറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ തേച്ചിട്ട് മറ്റേ സൈഡ് അപ്പുറത്തേക്ക് കൊണ്ട് ആദ്യമേ നല്ലോണം പേസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അധികം വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഒട്ടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ബാഗിൻ്റെ താഴത്തെ വശത്തും നല്ലോണം ഗ്ലൂ തേച്ച് കൊടുക്കണം. അതായത് നമുക്ക് മണ്ടയിൽ കൂടെ സാധനം ഇടുമ്പം താഴെ കൂടെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴ്ഭാഗവും അതുപോലെ നല്ലോണം ഗ്ലൂ ചെയ്യണം. അപ്പം നമുക്കിതുപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ ഇതിലോട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഷിൻചാൻ തീമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷിൻചാൻ ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഷിൻചാൻ എൻ്റെ ഒരു ഫേവറേറ്റ് കാർട്ടൂണായിരുന്നു. ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഈ കാർട്ടൂൺ. അപ്പം അതുപോലെ നമ്മൾ ആദ്യമേ സ്കെച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് സ്കെച്ച് വെച്ച് വരച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മളിതുപോലെ വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമും കളേഴ്സും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ കവറിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് കിട്ടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമൺ, റെയർ, എപ്പിക്കൽ, ലെജൻഡറി, അതുപോലെ ഞാൻ ചുമ്മാ കുറച്ച് ക്യൂട്ട് ഓപ്ഷൻസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ ഷിൻചാൻ തീം ആയതുകൊണ്ട് ഞാൻ അതിന് ചേരുന്ന കളേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ മിസ്റ്ററി ഗിഫ്റ്റ് ആട്ടോ ഗൈസ് ഒളിപ്പിച്ച് വെക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഗിഫ്റ്റ് ഇതിനകത്ത് വെക്കാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കും വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു നൈസ് ഐഡിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലും കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ ഓപ്ഷൻസിനും ഓരോരോ കളർ കൊടുക്കണം. എന്നിട്ടാണ് ഇതിനകത്ത് നമ്മൾ ചോയ്സ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ മിസ്റ്ററി ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സംഭവം നമുക്ക് ഇടാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാനിതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ യു ഗോട്ട് എന്നുള്ള പേപ്പറിൻ്റെ അകത്താണ് നമ്മൾ പുറകിൽ എഴുതിയേക്കുന്ന ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതും ഗിഫ്റ്റ് നമ്മുടെ ആ ഓപ്ഷൻസും അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ബ്ലൈൻഡ് ബാഗ് ക്ലോസ് ചെയ്ത് കൊടുക്കും കേട്ടോ ഗൈസ്. അതിൻ്റെ മോൾ വശം നല്ലോണം ഗം തേച്ചിട്ട് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മളവിടെ കട്ട് ചെയ്യാനായിട്ടുള്ള മാർക്കിങ് കൊടുക്കുവാണ്. നമ്മൾ ജസ്റ്റ് ഒരു ക്യൂട്ട് ലുക്കിന് വേണ്ടി മാത്രം ജസ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. മോൾ വശം കട്ട് ചെയ്യാനുള്ളൊരു മാർക്കിങ് അതുപോലെ അവിടെ കൊടുത്തു. അതുപോലെ തന്നെ അതേ സാധനം തന്നെ നമ്മൾ ബാക്ക് സൈഡിലും ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലും അതേ ഒരു മാർക്കിങ് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്.